ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല കേട്ടോ. പരീക്ഷ കഴിഞ്ഞ പിറ്റേ ദിവസം നമ്മൾ കരുതി എല്ലാവർക്കും കൂടി ഒന്നിച്ചൊന്ന് പുറത്തോട്ട് പോയാലോന്ന്. കുറേ നാളായി നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് പുറത്ത് പോയിട്ട്. അത് മാത്രമല്ല, എല്ലാവരെയും കൂടെ ഒന്നിച്ചൊന്ന് പുറത്തിറക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. ഏതെങ്കിലും ഒരാൾ മടി കാണിക്കും. അങ്ങനെ ഇന്ന് നമ്മൾ നേരെ വന്ന നമ്മുടെ അടുത്തുള്ളൊരു പാർക്കിലോട്ടാണ്. അവിടെ വരേണ്ട താമസം അതാണ് അടച്ചിട്ടേക്കുമായിരുന്നു. നമ്മൾ പല പണി നോക്കിയെങ്കിലും അത് തുറന്നിട്ടില്ല. ഈ കാണുന്നതാണ് വർഷ. അവക്കാണെങ്കിൽ അവളുടെ കട്ടിലേന്ന് എണ്ണിക്കുന്നതിനോട് യാതൊരു താല്പര്യമില്ല. അവളാണെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് തിരിച്ചു പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഗൗരി പറഞ്ഞാൽ അവൾക്ക് ഏതോ വേറൊരു വഴി അറിയാവുന്നു. അതുവഴി പോയാൽ ഏതോ ഒരു പാർക്ക് കാണുമെന്ന്. സത്യത്തിൽ നമ്മൾ ആ വഴി കൂടെ പോയത് മാത്രം മിച്ചം പാർക്ക് കണ്ടില്ല. പിന്നെ എല്ലാവരുടെയും റോഡിന് എടുക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയാ. നീ എങ്ങോട്ട് പോകുമെന്നുള്ളതായിരുന്നു നമ്മുടെ ചർച്ച. അങ്ങനെ നമ്മൾ നേരെ വന്ന ഐസ് കുപ്പയിലാണ്. അവിടുന്ന് പിന്നെ നമ്മൾ ഓരോരുത്തരും ഓരോ ഫ്ലേവർ ഐസ്ക്രീം ഒക്കെ പറഞ്ഞേ. ഞാനാണെങ്കിൽ ആദ്യം പറഞ്ഞത് ബ്ലാക്ക് കറന്റ്. ഗൗരി അത് തന്നെ പറഞ്ഞത്. സത്യത്തിൽ നമുക്ക് രണ്ടാൾക്കും അതിനോട് വലിയ താല്പര്യം തോന്നിയില്ല. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു കിറ്റ്കാറ്റ് ആയിരുന്നേ, അത് നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അവിടുന്ന് ഐസ്ക്രീം എല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ AGB വന്നു കേട്ടോ. അത്രയൊന്നുമല്ല, നമ്മളാണെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ തീരുമാനിച്ചായിരുന്നു ഷവർമ കഴിക്കണമെന്ന്. എന്താണെന്നറിയത്തില്ല, നമുക്കെല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരേ ഒരു സാധനം ഷവർമയാണ്. അങ്ങനെ നമ്മൾ AGBയിലുള്ള അർബൻ ബൈറ്റ്സിലാണ് വന്നത്. ആദ്യമായിട്ട് നമ്മൾ ഇവിടുന്ന് ഷവർമ കഴിക്കുന്നത്. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ നമ്മളെല്ലാവരും പറഞ്ഞത് പെരി ഷവർമയായിരുന്നു കേട്ടോ. എനിക്ക് സംഗതി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേ നമ്മൾ വല്ലാണ്ട് ക്ഷീണിച്ചു. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, എന്തെങ്കിലും തിന്നാലും ക്ഷീണിക്കും, തിന്നില്ലെങ്കിലും ക്ഷീണിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മുടെ കണ്ണിതാ ഈ ഒരു സാധനം പെട്ടത്. പിന്നെ ഒന്നും വാങ്ങിയില്ലെങ്കിൽ ഇതൊന്നും നോക്കിയില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കാണത്തില്ലല്ലോ. വർഷമാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു കമ്മൽ വാങ്ങും എന്ന് നമ്മൾ കരുതി, പക്ഷെ അവളത് വാങ്ങിയില്ല. അങ്ങനെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മളിനി നേരെ ഹോസ്റ്റലിൽ പോവാണ്. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.